ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധാന രംഗത്ത് ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഇളയരാജ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണ്ട, ഒരുപക്ഷെ നാട്ടിലെല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന്റെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ ആ രംഗത്ത്, സംഗീത സംവിധാന രംഗത്ത് തന്നെ ഏറെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. ആരാധകരും അനുയായികളും ആസ്വാദകരുമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അത് വലിയ കോലാഹലമുണ്ടാക്കി, കോലിളക്കമുണ്ടാക്കി. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്ലാം ഇത്രയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ താങ്കൾ എന്തിനാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്? താങ്കൾക്ക് എന്താണ് അതുകൊണ്ട് കിട്ടാനുള്ള ലാഭം? അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടാവുന്നതിലധികം നേടിയിട്ടുണ്ട്. സമ്പത്തും സ്ഥാനമാനങ്ങളുമൊക്കെ എൻ്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതിലേറെ ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷേ എല്ലാറ്റിൻ്റെയും മുകളിലെത്തിയപ്പോ എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി. ഇനി എന്താണ്? ഒരുപാട് പണമുണ്ടാക്കി, അധികാരങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ജീവിത സുഖങ്ങളുണ്ട്, അനുയായികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇനി എന്താണ് ഈ ലോകത്തിലെ എൻ്റെ അവസ്ഥ? എൻ്റെ ഭാവി എന്താണ്? ഇനി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായപ്പോ ഞാൻ പലരോടും ആ ചോദ്യം ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട്. വലിയ യോഗി പുങ്കവന്മാരോട് ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വലിയ വേദ പണ്ഡിതന്മാരോട് ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമെന്ന് പലരോട് ചോദിച്ചപ്പോഴും മൗനമായിരുന്നു മറുപടി. അവസാനം എന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം ആ ഖുർആനിന്റെ ഒരു അനുയായിയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തന്റെ ഇസ്ലാമിലേക്കുള്ള പ്രവേശനത്തിന് അദ്ദേഹം നൽകിയ മറുപടി. ഈ മറുപടി തന്നെയാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ മറുപടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഏതാണ്? ഇസ്ലാം, വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 6000 ചില്ലാനം ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അനേകം വിഷയങ്ങളാണ് അതങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ഇപ്പോൾ അവതരിപ്പിച്ചതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഫോണിലേക്ക് എൻ്റെ ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് എന്താണെന്നറിയാം? നിങ്ങളുടെ അക്കൗണ്ട് നമ്പറുകളോ അക്കൗണ്ട് ഡീറ്റെയിൽസുകളോ പിൻ നമ്പറുകളോ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശമോ ഒരു വോയിസ് മെസ്സേജോ നിങ്ങളുടെ ഫോണിലേക്ക് വന്നാൽ ഒരിക്കലും നിങ്ങൾ അതിന് മറുപടി കൊടുക്കരുത്. പകരം നിങ്ങളുടെ ബാങ്കുമായിട്ടോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമായിട്ടോ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരം വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ബാങ്കിൽ നിന്നാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ പാസ്വേഡുകളോ അക്കൗണ്ട് നമ്പറുകളോ അക്കൗണ്ട് ഡീറ്റെയിൽസുകളോ ചോദിച്ച് നമ്മുടെ അക്കൗണ്ട് മുഴുവനും ചോർത്തിക്കൊണ്ടുപോകുന്ന കള്ളന്മാർ നമ്മുടെ നാട്ടിൽ ആകപ്പാടെയുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ നിന്ന് ഒരു മെസ്സേജോ ഒരു ശബ്ദ സന്ദേശമോ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അതിനോട് നേരിട്ട് പ്രതികരിക്കരുത്. ബാങ്കിലോ പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾ വിവരം അറിയിക്കണമെന്നാണ് ആ സന്ദേശത്തിന്റെ ആകത്തുക. ആ സന്ദേശം വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ബാങ്കും ഈ അക്കൗണ്ടും ഈ ഹാക്കർമാരും ഈ ചതിയന്മാരും ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ ഒട്ടകപ്പുറത്തോ പാറപ്പുറത്തോ ഇരുന്ന് അദ്ദേഹം ഓതിയ ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. സത്യവിശ്വാസികളെ, വിശ്വാസയോഗ്യമല്ലാത്ത ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു വാർത്തയോ വർത്തമാനമോ നിങ്ങളെ തേടി വന്നാൽ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാതെ അത് സത്യമാണെന്ന് ബോധ്യപ്പെടാതെ അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ വലിയ സങ്കട വലിയ ദുഃഖത്തിലേക്ക് വലിയ നഷ്ടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടേക്കുമെന്നാണ് ആ ആയത്തിന്റെ സാരം. എന്റെ പ്രിയപ്പെട്ടവരെ, മാസങ്ങൾക്ക് മുമ്പ് ആധുനിക സംവിധാനമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആ മെസ്സേജുകളെക്കാൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ മുമ്പിലേക്ക് സത്യത്തിന്റെ നീതിയുടെ വഴികാട്ടിയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങി വന്ന മനോഹരമായ വാർത്തയുടെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ QH
THLSന്റെ സദസ്സിൽ ഒരു കാര്യം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കുക. ആധുനികത എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ആ പുരോഗമനം എത്രമാത്രം അധാർമികതയുടെ ഇരുട്ടിലേക്ക് മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെക്കണം, ഏതൊരു കൂരിരുട്ടിലും ഈ ലോകത്ത് സഞ്ചരിക്കുവാനുള്ള വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് വിവരത്തെയും നിങ്ങളുടെ മനസ്സിന്റെ ഭാഗമാക്കാൻ കഠിനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്കൊരു വിഷയമുണ്ട്, വിശാലമായ വിഷയം ചുരുങ്ങിയ വാക്കുകളിലേക്ക് നിങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മനുഷ്യന് വിശുദ്ധ ഖുർആൻ വെളിച്ചമാവുക എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരി പോലെ, ഒരു ടോർച്ച് പോലെ, ഒരു ട്യൂബ് ലൈറ്റ് പോലെ മനുഷ്യന്റെ മുമ്പിൽ ഒരു വെളിച്ചമായിട്ട് വെക്കുക എന്നതല്ലല്ലോ ആ വെളിച്ചത്തിന്റെ ഉദ്ദേശം. ആ വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നേരായ വഴിയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്ന് ലോകത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് തന്റെ പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും എന്താണ് എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് മനുഷ്യൻ. അഥവാ ഈ ലോകത്ത് ഞാൻ അഥവാ മനുഷ്യൻ എന്ന ഞാൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്, ഒരുപാട് കഴിവുകൾ നേടിയിട്ടുണ്ട്, ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട്, പ്രപഞ്ചത്തിന്റെ അതിർത്തികളെ ഭേദിച്ച് അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഗ്രഹങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. എന്തൊക്കെ അവകാശവാദങ്ങളാണല്ലേ ശാസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. ആ കർണാടകയില് 12 വീലുള്ള ഒരു ലോറി, ഒരു തീപ്പെട്ടിക്കൊള്ളിയല്ല, 12 വീലുള്ള ഒരു വലിയ ലോറി അത് വീട് പോയിട്ട് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ലോകത്ത് ഇന്നോളം മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സംവിധാനങ്ങൾക്കുമായിട്ടില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിന്റെ സൂചന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പണ്ട് ആദം നബിയുടെ മക്കള് ഹാബീലും കാബീലും തമ്മിൽ തല്ലൂടില്ലേ? ഹാബീലും കാബീലും പ്രശ്നമുണ്ടായി. ഒരു സഹോദരൻ മറ്റേ സഹോദരനെ കൊന്നുകളഞ്ഞു. തന്റെ കൈകൊണ്ട് തന്റെ സഹോദരൻ മരിച്ചപ്പോ ആ മയ്യത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി ഇതരൻ. അവസാനം ആ മയ്യത്തിന്റെ മുമ്പിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിറക്കുന്ന കൈകളോടെ അന്തം വിട്ടു നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു കാക്കയെ പറഞ്ഞേക്ക. കാക്ക എന്ന് പറഞ്ഞാല് നമ്മുടെ കറുത്ത കാക്ക, പക്ഷി. ആ കാക്ക പറന്നു വന്ന് തന്റെ കൊക്കുകൊണ്ട് ഒരു ചെറിയ ആ മണലിൽ ഒരു അടയാളം ഉണ്ടാക്കി, ഒരു ചെറിയ കൊള്ളിക്കഷ്ണം, ഒരു ചെറിയ കോല് ആ ചെറിയ അടയാളത്തിലേക്കിട്ട് തന്റെ കൊക്കുകൊണ്ട് അതിന്റെ മേലേക്ക് മണ്ണ് കോരിയിട്ട് ആ കാക്ക പറന്നുപോയി. ആ കാക്കയിൽ നിന്നാണ് ആദ്യത്തെ മനുഷ്യൻ ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെ സംസ്കരിക്കണമെന്ന പാഠം പഠിച്ചത്. എത്രയാണ്? ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാ. വീണ്ടും മണ്ണിടിഞ്ഞു. നമ്മുടെ വയനാട് മേപ്പാടിയിൽ നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തി വലിയ ഉരുൾപൊട്ടലുണ്ടായി. 100 കണക്കിന് ആളുകൾ മരിച്ചു. അവരുടെ ആരുടെയെങ്കിലും മയ്യത്തുകൾ ഇനി കിട്ടാനുണ്ടോ എന്നറിയാൻ തകർന്നു കിടക്കുന്ന വീടുകൾക്കുള്ളിലോ മണ്ണിന്റെ ഇടയിലോ പാറകൾക്കിടയിലോ കോൺക്രീറ്റ് റൂഫുകൾക്കിടയിലോ എവിടെയെങ്കിലും മനുഷ്യന്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന്മാര് എല്ലാ സംവിധാനങ്ങളുമായിട്ട് വന്നു. അവസാനം ഇനി എന്തെങ്കിലും മനുഷ്യന്മാരുടെ ഭാഗങ്ങളോ ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ മനുഷ്യന്മാര് ഏതെങ്കിലും ഒരു തകർന്ന വീടിന്റെ ഉള്ളിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ അവസാനം മനുഷ്യൻ സ്വീകരിച്ച മാർഗന്താരങ്ങള് നിങ്ങൾ കണ്ടില്ലേ? ഒരു നായന്റെ കഴുത്തില്, പോലീസ് നായാണ്, ആ നായന്റെ കഴുത്തിലിട്ട് ഒരു കയറിട്ട് കണ്ട് ഇങ്ങനെ കൊണ്ടെടുക്കേന്. നായ ഇങ്ങനെ മണത്തു വെക്കുക, ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ, മനുഷ്യ ശരീരം ഉണ്ടോ, ജീവനുണ്ടോ എന്നൊക്കെ. ഒരു നായയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാക്കയിൽ നിന്നാണ് ഒന്നാമത്തെ പാഠം പഠിച്ചതെങ്കിൽ ഒരു നായയിലേക്ക് എത്തിയ വളർച്ച മാത്രമേ ഒരു മനുഷ്യന്റെ തലമുറകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ എന്ന് അടിസ്ഥാനപരമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ആ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് പണ്ട് ക്ലോണിംഗ് നടത്തിയപ്പോ ക്ലോണിംഗ് എന്ന രൂപത്തിലൂടെ ഒരു ജീവിയെ, ഒരു മനുഷ്യനെ, ഒരു ജീവനെ കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കും. ഇതുവരെ മതങ്ങളൊക്കെ അവകാശപ്പെട്ടത് ദൈവത്തിന് മാത്രമേ സൃഷ്ടിപ്പ് സാധിക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ നാട്ടില് നിലമ്പൂർ അങ്ങാടിയില് വലിയ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. എന്താ ബോർഡ് നിറങ്ങള്? വലിയ ബോർഡ്. ഇനി ദൈവത്തിന് വിശ്രമിക്കാം. സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്താ പറഞ്ഞേ? ഇനി ദൈവത്തിന് വിശ്രമിക്കാം.
സൃഷ്ടിപ്പ് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ഫോട്ടോഷോപ്പിന്റെ കടയിൽ ഈ ഫോട്ടോ കോപ്പി എടുക്കുന്ന സീറോസ് കടയിൽ ഫോട്ടോ കോപ്പി എടുക്കുന്ന മെഷീനിൽ നിന്ന് ഒരു പേപ്പർ വെച്ച് കൊടുത്താൽ 100-100 കോപ്പി വരുന്ന പോലെ ഒരു മനുഷ്യനിൽ നിന്ന് 100-200 മനുഷ്യരെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചവര് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ഒരു ആട്ടിൻകുട്ടിക്കപ്പുറം രണ്ടാമത്തെ ഒരു ജീവന്റെ തുടിപ്പിലേക്ക് ഇന്നോളം ചുവട് വെക്കാൻ ഈ ലോകത്ത് ഏത് ശാസ്ത്രത്തിനാ സാധിച്ചത്? ഞാൻ പറഞ്ഞത് വലിയ അഹങ്കാരത്തിലെ മനുഷ്യന്മാര് ഇനി ആരും വേണ്ട, ഞാൻ മതി, ആ ഞാൻ മതി എന്ന് അവകാശപ്പെടുന്ന മനുഷ്യന്റെ അഹങ്കാരമാണ് വർത്തമാനകാലത്ത് മനുഷ്യരേറ്റ ഏറ്റവും വലിയ പ്രഹരം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ വെളിച്ചമായത്. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച എത്ര കോടി മനുഷ്യരുണ്ടോ അവരെയൊക്കെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാവൂ എന്ന ലോകത്തിലെ മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് മനുഷ്യൻ വഴിമാറിപ്പോയതാണ് വർത്തമാനകാല മനുഷ്യരേൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പറഞ്ഞയച്ച പടച്ചറപ്പ് ആ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കൃത്യമായ സംവിധാനം കൊടുത്തു. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് നിന്റെ റബ്ബ് എന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള രാജാവിന്റെ ചോദ്യത്തിന് മൂസാ നബി പറഞ്ഞ മറുപടിയാണ് റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പ് കൊടുക്കുകയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാണ് റബ്ബ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം സമാധാനപൂർണമായി തീരാൻ ലോകത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയോ? ആ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഈ ലോകത്ത് വന്ന 1,00,000-ലേറെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മുഴുവനും ഈ ലോകത്തോട് പറഞ്ഞത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാനല്ലാത്ത ഒരാരാധ്യൻ നിങ്ങൾക്കില്ല കേട്ടോ. നിങ്ങളുടെ ആരാധനകളും പ്രാർത്ഥനകളും സഹായാർത്ഥനകളും നേർച്ചകളും ആരാധനയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എനിക്ക് മാത്രമേ നിങ്ങൾ അർപ്പിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല. നോക്കി നിങ്ങൾ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, എന്നിട്ടും ലാ ഇലാഹ ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന ഒരു ദിവസത്തിൽ അനേകവട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് മന്ത്രിക്കുന്ന തസ്ബീഹുമാലയുമായി നടക്കുന്ന മനുഷ്യന്മാർ പോലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ആ അല്ലാഹുവിന്റെ സ്ഥാനത്ത് അല്ലാഹുവിനോളം കഴിവുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികൾ ഈ ഭൂമിയിലുണ്ട് എന്ന് വിശ്വസിക്കുകയും സങ്കടങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിനോട് പറയേണ്ടതിന് പകരം ആ സൃഷ്ടികളോട് പറയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഈ ഖുർആൻ പഠിതാക്കളെ, ഖുർആനിനെ സ്നേഹിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ പ്രധാനപ്പെട്ട ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയോളം ഭാരമുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹയോളം വിലയുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹയോളം മൂല്യമുള്ള ഒരു വസ്തുവും ഈ ലോകത്തില്ല കേട്ടോ. നോക്കൂ, അൻ അബീ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസാണ് കേട്ടോ. ഖാല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബി വഅദ്ഉക ബി. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം. ആ കാര്യം ഉപയോഗിച്ച് നിന്നെ ഓർമ്മിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു വാചകം, അല്ലാഹുവിനെ ഓർമ്മിക്കാനും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒരു നല്ല വാചകം അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചു തരണം. ഖാല. അപ്പോ അല്ലാഹു തആല പറയാണ്, യാ മൂസ, ഏ മൂസ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ.
എന്നെ ഓർക്കാനും എന്നോട് പ്രാർത്ഥിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹുവിനേക്കാൾ മികച്ചതൊന്ന് വേറെ ഇല്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ. ഖാല മൂസ, അപ്പൊ മൂസാ നബി പറയണേ, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. പടച്ചോനെ, അത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടല്ലോ, ഞാൻ എനിക്ക് മാത്രം സ്പെഷ്യലായ ഒന്നാണ് ചോദിക്കുന്നത്. ഖാല, അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, ഖുൽ മൂസേ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ, അത് മതി നിനക്ക്. ഖാല, അപ്പോഴും മൂസാ നബി വിട്ടില്ല. അദ്ദേഹം പറയണേ, ലാ ഇലാഹ ഇല്ലാ അൻത. പടച്ചോനെ, നീ അല്ലാത്ത ഒരു ആരാധനയില്ല, അത് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനി ബി. പടച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ മനുഷ്യന്മാരും പറയണ്ടേ, ഞാൻ മാത്രം, എനിക്ക് മാത്രം പറയണ്ട, എനിക്ക് മാത്രം പറയാൻ അറിയുന്ന, എനിക്ക് മാത്രം പ്രത്യേകമായ സ്പെഷ്യലായ ഒരു കാര്യമാണ് അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നത്. ഖാല, ആ ചോദ്യത്തിന് അല്ലാഹു തആല മൂസാ നബിക്ക് കൊടുക്കുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണം. യാ മൂസ ലൗ അന്ന السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. മൂസേ, ഏഴാകാശങ്ങളും സകല പ്രപഞ്ചങ്ങളും ഈ ഭൂമികളും മുഴുവനും ഒരു കയ്യിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറു കയ്യിലും വെച്ചാൽ മൂസേ, ഭാരം കൊണ്ട് പ്രപഞ്ചത്തെക്കാൾ ഭാരമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച കൈ താന്നു പോകുന്ന പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാല് കുട്ടിനാട്ടുമ്പം താരാട്ടുപാടാനുള്ള സംഗതിയല്ല. യാചകന്മാർ സാന്നിധ്യം അറിയിക്കാൻ വീടിന്റെ മുമ്പിൽ നിന്ന് പറയേണ്ട ദിക്റല്ല. ഇൻകിലാബ് വിളിക്കുമ്പോ അല്ലെങ്കിൽ പ്രകടനം വിളിക്കുമ്പോ ജനങ്ങളെ കോരിത്തെരിപ്പിക്കാൻ ഉയർന്ന ശബ്ദത്തിൽ വിളിക്കേണ്ട മുദ്രാവാക്യമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാദർശമാണ്. അല്ലാഹുവല്ലാത്ത ഒരു ഇബാദ്, ഒരു ആരാധ്യൻ, അല്ലാഹുവല്ലാത്ത ഒരു ആരാധന എനിക്കില്ല. ആരാധനയിൽ അല്ലാഹുവിനെ ഏകനാക്കുക അഥവാ തൗഹീദ്. ല്ലേ, നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും മരിക്കുന്ന സമയത്ത് അവന്റെ നാവ് അവസാനമായി മന്ത്രിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റിന് വേണ്ടിയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. നോക്കൂ, സമാനമായ മറ്റൊരു വാക്കുകൂടി. അൻ അബീ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അതാനി ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ആ ജിബ്രീൽ എനിക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു തന്നു. എന്താണ് ആ സന്തോഷ വാർത്ത അറിയോ? അന്നഹു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ഒരു ശിർക്കുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാവാതെ തൗഹീദോടുകൂടി ആരെങ്കിലും ഈ ലോകത്ത് ജീവിച്ചു മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച വ്യക്തി അവൻ ജീവിതത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ, അവൻ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ, അതുപോലത്തെ തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അവന് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതത്തിൽ വ്യഭിചാരം പോലത്തെ, മോഷണം പോലത്തെ കടുത്ത തെറ്റുകൾ ഉണ്ടെങ്കിലും മരണശേഷം അവൻ സ്വർഗ്ഗത്തിലെത്തുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി നഅം, അതെ എന്നാണ്. പ്രവാചകൻ അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹയോടുകൂടി മരിച്ചാൽ അവന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ പാപങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അല്ലാഹു അവന്റെ നന്മകൾ കൊണ്ട് ആ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം. അത് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ആ പാപങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ശിക്ഷ അവൻ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും. ആ ശിക്ഷ കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അവസാനം നരകത്തിൽ ബാക്കിയാകുന്നത്, ഒരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നരകത്തിൽ ബാക്കിയാവുന്നത് തൗഹീദ് നഷ്ടപ്പെട്ട, ശിർക്ക് സംഭവിച്ച ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കി നിങ്ങൾ, പ്രവാചകന്റെ മറ്റൊരു വാക്കുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ മുസ്ലിമിൻ യമൂതു. ഒരു മുസ്ലിം മരിച്ചു, ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ.
അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 40 ആളെങ്കിലും ഉണ്ട്. ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ആ 40 ആളുകൾ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ആൾക്കാരാ. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ തൗഹീദുള്ള 40 ആളുകൾ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാൽ അവരുടെ ശുപാർശ ഉണ്ടല്ലോ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ശുപാർശയുണ്ടല്ലോ, ആ ശുപാർശ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക, തൗഹീദിന് വിരുദ്ധമായ യാതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. വർത്തമാനകാലത്ത് കള്ളക്കറാമത്തിന്റെ കള്ളക്കഥകളുടെ ഒരുപാട് കഥകൾ പ്രചരിപ്പിച്ച് ഒരു മുസൽമാന്റെ വിശ്വാസത്തിന് അപകടപ്പെടുത്തുന്ന ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നുണ്ട്. എത്രയോ വലിയ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ കോടിക്കണക്കിന് രൂപ മുടക്കി അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ പരസ്യമായിട്ട് പറയുന്നത് അല്ലാഹുവിനോളം കഴിവുള്ള, അല്ലാഹുവിന്റെ കഴിവുകളുള്ള, അല്ലാഹുവിന്റെ അറിവുകളുള്ള, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ള, ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശേഷിയുള്ള മഹാന്മാരുണ്ട്. അതുകൊണ്ട് അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാം, സങ്കടങ്ങൾ പറയാം. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല എന്താ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. മുഹമ്മദ് നബിയെ, എന്നോട് അഥവാ താങ്കളോട് അല്ലാഹുവിനെ പറ്റി ആളുകൾ ചോദിക്കും, അല്ല എവിടെയാണ്? ഞങ്ങൾ ചോദിച്ചാൽ അല്ല കേൾക്കുവോ? ഞങ്ങൾ എങ്ങനെയാ അള്ളാഹിനോട് ചോദിക്കുക? ഞങ്ങൾ ചോദിച്ചാൽ അള്ളാഹ്ക്ക് മനസ്സിലാവോ എന്നൊക്കെ ആളുകൾ നിന്നോട് സംശയം ചോദിക്കുമ്പോൾ നീ പറയേണ്ട മറുപടി ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു അപകടം വരുമ്പോ 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ വിളിക്കലാണോ എന്റെ തൊട്ടടുത്തുള്ള ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ മാത്രം കഴിവുള്ള ഒരാൾ, തരാമെന്ന് പറഞ്ഞ ഒരാൾ? അള്ളാഹു അങ്ങനെ പറഞ്ഞേ, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅനി. ഇപ്പൊ ചില ആൾക്കാർ പറയണേ, കഴിവ് അള്ളാഹ്ക്കന്നെ ഉള്ളൂ, കഴിവ് അള്ളാഹ്ക്കന്നെ ഉള്ളൂ. ആ അള്ളാഹുവിന്റെ കഴിവിൽ നിന്ന് അള്ളാഹു മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സത്യത്തിൽ അള്ളാന്റെ കഴിവ് തന്നെയാണ്. കാരണം അള്ള കൊടുത്ത കഴിവാണല്ലോ. ആ കഴിവ് ചോദിക്കൊണ്ട് കുഴപ്പമില്ല എന്നാ കൂട്ടരെ അല്ലെന്നാ പറയണ്ടേ. ഞാന് നേർക്ക് നേരെ കൊടുക്കൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാന് എന്റെ മഹാന്മാരായ കുറെ ആൾക്കാർക്ക് കുറെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ച് സമയം കളയണ്ട, ഞാൻ തിരക്കിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ മഹാനോട്, ഈ മഹാനോട്, ഈ മഹാനോട് ഓരോടൊക്കെ ചോദിച്ചു വാങ്ങിക്കോളി. ഇനി എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. പാമ്പിന്റെ വിഷം തട്ടിയാൽ ഇന്ന സ്ഥലത്ത്, മക്കളെ കെട്ടിക്കാൻ ഇന്ന സ്ഥലത്ത്, കടം വീടാൻ ഇന്ന സ്ഥലത്ത്, രോഗം മാറാൻ ഇന്ന സ്ഥലത്ത്, ശത്രുവിന്റെ ഉപദ്രവം ഇല്ലാതാക്കാൻ ഇന്ന സ്ഥലത്ത്. അങ്ങനെയാണല്ലോ പരസ്യം. ഓരോ സ്ഥലത്തും ഓരോരോ കഴിവാ. അല്ല പറഞ്ഞോ, നിങ്ങൾക്ക് പാമ്പിന്റെ വിഷം തട്ടിയാൽ ഇന്ന ആളോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് കുട്ടികളെ കെട്ടിക്കാണ്ടെങ്കിൽ ഇന്ന ആളോട് പറഞ്ഞാൽ മതി. നിങ്ങളെ കടം വീടാണ്ടെങ്കിൽ ഇന്ന ആളോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇന്ന ആളോട് പറഞ്ഞാൽ മതി എന്നാണോ റബ്ബ് പറഞ്ഞത്? നോക്കൂ, റബ്ബ് പറഞ്ഞത് ഉജീബു, ഞാൻ ഉത്തരം തരും. അല്ല പറയണേ, ഞാൻ ഉത്തരം തരും. ദഅവത്തദ്ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക് അല്ലാഹുവേ എന്ന് വിളിച്ചാൽ ആ വിളിക്ക് അല്ലാഹു ഉത്തരം തരും. അതുകൊണ്ട് ഫല്യസ്തജീബൂലി, നിങ്ങൾക്ക് ആർക്കാ ഉത്തരം വേണ്ടത്? ആർക്കാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണ്ടത്? ആർക്കാണ് ബുദ്ധിമുട്ടിന്റെ പരിഹാരം വേണ്ടത്? എന്നോട് ചോദിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. അല്ലെങ്കിൽ അവിടെ ചോദിച്ചോളൂ, ഞാൻ കൊടുത്തോലോട് ചോദിച്ചതുമല്ല, എന്നോട് ചോദിച്ചോളൂ, ഞാൻ തരാം. ഒരു ഉസ്താദിന്റെ പ്രസംഗം ഇന്നലെ, ആ ഉസ്താദ് പറയാണ്, അല്ലാഹു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാനോട് പ്രാർത്ഥിക്കുമ്പോ വസീലത്ത് തേടണം, ഇടയാളന്മാർ വേണം. നേർക്ക് നേരെ തേടിയാ കിട്ടൂല, ഇടയാളന്മാർ വേണം എന്ന് പരസ്യമായിട്ട് പറയാൻ മടിയില്ലാത്ത പണ്ഡിതന്മാരുടെ കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരല്ലേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? വിശുദ്ധ ഖുർആനിൽ 100-ലേറെ ആയത്തുകൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്താണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥനയുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട്, സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, പാപം ചെയ്ത ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട്, ശത്രുകൂട്ടത്തിൽ അകപ്പെട്ടു പോയ നൂഹ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, മാരകമായ രോഗം ബാധിച്ച അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, കുട്ടികളില്ലാത്ത സഖരിയ നബിയുടെ പ്രാർത്ഥനയുണ്ട്. എത്രയെത്ര പ്രാർത്ഥനകളാ ഖുർആനിലുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ
ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ ജീവിപ്പിക്കണമേ എന്ന പ്രാർത്ഥന മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് എന്ന അവസാനത്തെ അധ്യായത്തിന്റെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന വരെ 100-ലേറെ പ്രാർത്ഥനകളിൽ ഒരൊറ്റ പ്രാർത്ഥനയെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഖുർആനിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റോ? അതാണ് നിൽക്കട്ടെ. നോക്കൂ, നമ്മളൊക്കെ മദ്രസയിൽ പോയി പഠിച്ചവരല്ലേ. എത്രങ്ങാനും പ്രാർത്ഥനകളാണ് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന. വീട്ടിലേക്ക് കയറുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കിടക്കാൻ പോകുമ്പോ, എഴുന്നേൽക്കുമ്പോ, കുപ്പായം ധരിക്കുമ്പോ, കണ്ണാടിയിൽ നോക്കുമ്പോ, എല്ലാത്തിനും പ്രാർത്ഥന ഉണ്ട്. 100 പ്രാർത്ഥന. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്ത ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നേരിട്ടല്ലാതെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ പ്രാർത്ഥന, രോഗത്തിന് കുട്ടികളില്ലാതിരിക്കുമ്പോ, കടം കൊണ്ട് കുടുങ്ങുമ്പോ, മനപ്രയാസം ഉണ്ടാകുമ്പോ, സങ്കടം ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, തളർന്നു പോകുമ്പോ, ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥന അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ, അത് മരിച്ചതോ ജീവിച്ചതോ ആയ മലക്കുകളോ ജിന്നുകളോ പ്രവാചകന്മാരോ ഔലിയാക്കളോ അവരാരെയെങ്കിലും വിളിച്ച് അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൗഹീദാണ്. അല്ലാഹു ഏകനാണ്. അപ്പൊ ഞാനിത് പറയുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാലങ്ങളോളമുള്ള പ്രബോധനത്തിന്റെ ഫലം കൊണ്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കിയ എന്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു പക്ഷേ ഒരു സംശയം തോന്നിയേക്കാം, അതെന്തിനാ മൗലവി ഞങ്ങളോട് തൗഹീദ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ചെറുപ്പം മുതലേ ഉമർ മൗലവിയുടെ കാലം മുതലേ തൗഹീദ് കേട്ടവരാണ്, മലയാളം ഖുതുബ കേട്ടവരാണ്, മുജാഹിദ് സലഫി മദ്രസകളിൽ പഠിച്ചവരാണ്, ഞങ്ങൾക്കതറിയാം. ഞങ്ങളോട് എന്തിനാണ് തൗഹീദ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തുകയാണ്. ആരോടാ പ്രസംഗിക്കുന്നത് അറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളാണ്. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ ആ സഹാബത്തുണ്ടല്ലോ, ആ സഹാബത്തിരിക്കുന്ന സഹാബത്താണ് പ്രവാചകന്റെ സദസ്സ്. ആ സഹാബത്തിനോട് പ്രവാചകൻ സംസാരിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, خطبنا رسول الله صلى الله عليه وسلم ذات يوم خطبنا رسول الله صلى الله عليه وسلم ذات يوم ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിച്ചു. ഫഖാല, ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഇത്തഖൂ ഹാദാ ശിർക. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ആരാണ് ജനങ്ങള്? അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്. ബദറിന്റെ, ഉഹുദിന്റെ, ഖന്തക്കിന്റെ രണാങ്കണങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ശത്രുവിന്റെ വാളുകൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ച് പൊരുതിയ എന്താണ് ഇസ്ലാമെന്നും എന്താണ് ഈമാനെന്നും എന്താണ് തൗഹീദെന്നും അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ മനസ്സിലാക്കിയ ആ സഹാബത്താണ് ഇരിക്കുന്നത്. ആ സഹാബത്തിനോട് പ്രവാചകൻ പറയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖൂ ഹാദാ ശിർക, ഇത്തഖൂ ഹാദാ ശിർക, നിങ്ങൾ ഈ ശിർക്കിനെ പേടിക്കണം കേട്ടോ. ആരോട്? അബൂബക്കറിനോട്, ഉമറിനോട്, ഉസ്മാനോട്, അലിയോട് റളിയല്ലാഹു അൻഹും, അവരോടാ പറയുന്നത്, നിങ്ങൾ ശിർക്കിനെ പേടിക്കണം കേട്ടോ. കാരണം ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംലി. ശിർക്കൈ, ഈ ശിർക്ക് അല്ലാഹുവിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ സഹായത്തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പോവുക എന്ന ആ ശിർക്കുണ്ടല്ലോ, അതിങ്ങനെ ആനയും അമ്പാരിയുമായിട്ടൊന്നും വരൂല. ഒരു ഉറുമ്പരിച്ചു പോകുന്നതിനേക്കാൾ നിഗൂഢമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശിർക്ക് കയറി വരും. ഒരു മാരകമായ രോഗം ബാധിച്ചു, ആശുപത്രിയിൽ നിന്ന് മടക്കി, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി, വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഏത് സമയത്തും മരണത്തിന്റെ മുമ്പിലേക്ക് എത്തിയേക്കാം എന്ന രൂപത്തിൽ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയാണ്, ഇന്ന സ്ഥലത്ത് ഒരു ദർഗയുണ്ട്, അവിടെ പോയാൽ നേർച്ചയാക്കിയാൽ രോഗം മാറും. തീർച്ചയാണ്, അങ്ങനെ രോഗം മാറിയ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ എന്റെ ഇക്കാരം മറുപടി, വേണ്ട, ജീവിച്ചില്ലെങ്കിലും എനിക്ക് ശിർക്ക് വേണ്ട എന്ന മറുപടിയാവോ? അതല്ല, ആരോടും പറയണ്ട,
പറയണ്ട, നമുക്കൊന്ന് രഹസ്യമായിട്ട് പോയി നോക്കാം എന്ന മറുപടിയാകുമോ നമ്മളിൽ ഉണ്ടാവുക? രോഗം വരുമ്പോ, കടം കൂടുമ്പോ, വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോ, ഒറ്റപ്പെട്ടു പോകുമ്പോ മനുഷ്യന്റെ മനസ്സ് ദുർബലമാകും. ആ ദുർബലമാകുന്ന മനസ്സിലേക്കാണ് പിശാച് ശിർക്ക് കയറ്റി വിടുക. അതുകൊണ്ട് റസൂൽ പറയാണ്, ഒരു ഉറുമ്പ് അരിച്ചു വരും പോലെ ഗോപ്യമായി ആരും അറിയാതെ ജീവിതത്തിന്റെ ചില ദുരന്തങ്ങളിൽ ഈ ശിർക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. അതുകൊണ്ട് നല്ല ജാഗ്രത വേണം കേട്ടോ എന്ന് റസൂൽ പറഞ്ഞപ്പോ സഹാബത്തിന് പേടിയായി. സഹാബത്ത് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഉറുമ്പിനേക്കാൾ ഗോപ്യമായ രൂപത്തിൽ, ഒരു ഉറുമ്പ് വരുന്നതിനേക്കാൾ വളരെ അപകടകരമായ രൂപത്തിൽ ശിർക്ക് മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ തടയുക? കാരണം ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ മനസ്സിലേക്ക് ശിർക്കിന്റെ ഒരു ചെറിയ ചിന്ത പോലും കയറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ആ ശിർക്കിനെ തടയേണ്ടത്? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് തടയണമെങ്കിൽ പടച്ച റബ്ബിന്റെ സഹായം തേടണം. നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഖുലൂ, നിങ്ങൾ ഇപ്രകാരം പറയണം കേട്ടോ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ സ്വബോധത്തോടു കൂടി ഏതെങ്കിലും അവസ്ഥയിൽ ശിർക്കിന്റെ മുമ്പിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണം കേട്ടോ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചില്ലേ, വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. പടച്ചോനെ, ഞാനും എൻ്റെ മക്കളും ഏതെങ്കിലും കാലത്ത് വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തോളണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയോടുകൂടി ശിർക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അല്ലാഹുവേ, ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്കിന്റെ ചെറിയ കണികകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്കത് പൊറുത്തു തരണം കേട്ടോ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത്. ഇവിടെ മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പറ്റിച്ച ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ ശിർക്കുണ്ടാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് അത് മനസ്സിലാക്കി അതിനുവേണ്ടി നാടും വീടും വിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത സഹാബത്തിനോട് റസൂൽ പറഞ്ഞ്, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ശിർക്കിനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ശിർക്ക. വേറുള്ളതൊന്നും അപകടമല്ല. ഉരുൾപൊട്ടലുണ്ടാവട്ടെ, മലവെള്ളം വരട്ടെ, യുദ്ധമുണ്ടാവട്ടെ, അതൊക്കെ ചെറിയ ചെറിയ വിപത്തുകളാ. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെന്ന് ചാടാനുള്ള ഏറ്റവും വലിയ ദുരന്തം പ്രിയപ്പെട്ടവരെ നരകമാണ്. നിങ്ങൾക്കറിയാലോ, ഒരു ഉരുൾപൊട്ടലിൽ ചളിവെള്ളം കുത്തിയൊഴുകി വരുമ്പോ ആ വീടിന്റെ ഉള്ളില് മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു മനുഷ്യൻ, ദയനീയമാണ് അവന്റെ അവസ്ഥ, സങ്കടമാണ് അവന്റെ അവസ്ഥ. പക്ഷേ ആ മനുഷ്യൻ അനുഭവിച്ച വേദന ഉണ്ടല്ലോ, ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ശ്വാസം കിട്ടാതെ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് വേദനയാ? ഒരു വേദനയില്ല. അവൻ എത്ര സമയം വേദനിച്ചു? ഒരു 5-10 മിനിറ്റ് വേദനിച്ചിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, വേദനയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ആ വേദനക്ക് ഒരിക്കലും ശമനമില്ലാത്ത, ക്രമപ്രകാരം ആ വേദന കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് നരകം. ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. ജീവിക്കുവാനും മരിക്കാനും കഴിയാത്ത, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള പ്രയാസത്തിന്റെ വേദനയുടെ വല്ലാത്ത നൂൽപാലത്തിലാണ് നരകം. പ്രിയപ്പെട്ടവരെ, ആര് വിചാരിച്ചാലും ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ പുറത്തേക്ക് വിടുകയില്ല എന്ന് എത്ര കൃത്യമായിട്ടാ പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് പടച്ചോനെ, എന്റെ വാപ്പാനെ രക്ഷപ്പെടുത്തണേ. അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം വിശാലമായി പറയുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇബ്രാഹിം നബി തന്റെ വാപ്പാന്റെ അവസ്ഥ കാണുമ്പോൾ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി ചങ്ങലകളിൽ ബന്ധിച്ച തന്റെ പിതാവിന്റെ അവസ്ഥ കാണുമ്പോൾ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് തന്റെ വാപ്പാക്കും വേണ്ടി. പക്ഷേ
അപ്പോൾ അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് കൊടുത്ത ഒരു മറുപടി ഉണ്ട്. സഹോദര, ആരാണ് ഇബ്രാഹിം നബി അറിയോ? ഖലീലുള്ള. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഒരാളെ തന്റെ കൂട്ടുകാരനായി, അല്ല തന്റെ മിത്രമായി അല്ലാഹു തെരഞ്ഞെടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് താൻ ജീവനെ പോലെ സ്നേഹിച്ച തന്റെ ബാപ്പാക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്. പക്ഷേ അള്ളാഹ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇബ്രാഹിമെ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്നും നരകം നിർബന്ധമാണെന്നും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇബ്രാഹിമിന്റെ മറുപടി, അതേ അല്ലാഹുവേ. അപ്പോൾ അള്ളാഹ് ചോദിക്കുക, നിന്റെ ബാപ്പ ശിർക്ക് ചെയ്തവരല്ലേ? അതേ പടച്ചോനെ. പിന്നെ അള്ളാഹുവിന്റെ ചോദ്യം, പിന്നെ എന്തിനാണ് ഇബ്രാഹിം നീ വേണ്ടാത്ത ഒരു ചോദ്യം ചോദിക്കണേ? എന്റെ ബാപ്പ ശിർക്ക് ചെയ്തവനാ, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? പിന്നെ അള്ളാഹു പറയുന്നത്, ഇബ്രാഹിം നീ നിന്റെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്ക്. ഇബ്രാഹിം നബി താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് അള്ളാഹുവിന്റെ മലക്കുകൾ തന്റെ പിതാവിനെ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഭീകരമായ കാഴ്ചയാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം, നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഈ സംഭവം എന്തിനാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നറിയോ? വേറെ ഒന്നിനുമല്ല. ശിർക്ക് സംഭവിച്ചു പോയാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ, മക്കൾ പ്രവാചകന്മാരാണെങ്കിൽ പോലും ആരൊക്കെ നമുക്കുണ്ടായിരുന്നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശിർക്കുണ്ടായോ അവൻ കാലാകാലം നരകത്തിന്റെ വറകാണ് എന്ന അടിസ്ഥാനപരമായ സത്യം പഠിപ്പിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ QHLSന്റെ വേദിയിൽ എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കോറി വെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യം തൗഹീദാണ്. വർത്തമാനകാലത്ത് പല ജാതി രൂപത്തിൽ പ്രത്യയശാസ്ത്രങ്ങളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ തൗഹീദിനെ കേടുവരുത്താൻ എല്ലായിടത്തും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് നമ്മളെക്കാൾ സൗന്ദര്യമുണ്ടാവാം, അവർക്ക് നമ്മളെക്കാൾ പണമുണ്ടാവാം, അവർക്ക് നമ്മളെക്കാൾ സംവിധാനങ്ങൾ ഉണ്ടാവാം. പക്ഷേ തൗഹീദിനെയാണ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട അടുത്ത് മലക്കുകളെ, ജിന്നുകളെ, പ്രവാചകന്മാരെ, ഔലിയാക്കളെ, മരങ്ങളെ, കല്ലുകളെ എന്തിനു വിളിച്ചാലും അത് നമ്മുടെ തൗഹീദിനെ നശിപ്പിച്ചു കളയുമെന്ന അടിസ്ഥാനപരമായ പാഠം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്റെ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച രണ്ടാമത്തെ ഒരു വാക്കുണ്ട്. എന്താണത്? തൗഹീദിന്റെ കൂടെ എങ്ങനെയാണ് തൗഹീദുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആരാണ് നമുക്ക് ഈ തൗഹീദിന്റെ പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്? ആരാണ് നമുക്ക് തൗഹീദിന്റെ വഴി കാണിച്ചു തന്നത്? ആരാണ് നമുക്ക് ശിർക്കിന്റെ അപകടത്തെ കുറിച്ച് നമുക്ക് ബോധം നൽകിയത്? സംശയിക്കേണ്ട, ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ തൗഹീദ് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി ഈ ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആ മതം പഠിപ്പിക്കാൻ നമ്മുടെ മുമ്പിലേക്ക് വന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത്, വമാ അതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അതനുസരിച്ച് ജീവിക്കുക. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ വേണ്ടാന്ന് പറഞ്ഞത് അതൊഴിവാക്കുക. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം, തൗഹീദിന്റെ അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതമാവാനുള്ള ഒരേ ഒരു മാർഗം. നോക്കൂ, ഇവിടെ റബീഉൽ അവ്വൽ മാസം വരാൻ പോവാ. ഇത് മുഹറമാണ്. സഫർ കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആ വിളിയാളം കേൾക്കുമ്പോൾ സഫറായി ഇവിടെ ആളുകളൊക്കെ പറയും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തെ കുറിച്ചുള്ള വലിയ വലിയ സംസാരങ്ങൾ കേൾക്കും. നോക്കൂ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണോ? അള്ളാഹുവിനോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുമ്പോഴാണ്. എന്താ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ? പ്രവാചകനെ പിൻപറ്റുക എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്നെ സ്നേഹിക്കുക എന്നാൽ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുക എന്നാണ്. ആ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. ആ പ്രവാചകന്റെ വാക്കുകളെ മാറ്റിവെച്ച് ആധുനികതയുടെ പിന്നാലെ പോയി നമ്മൾ ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേ അപകടത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുക. അതിപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ വഴികാട്ടിയാകേണ്ടടുത്ത് ആ പ്രവാചകനെ മാറ്റിവെച്ച് ആധുനിക സംവിധാനങ്ങൾ ജീവിത ഒന്നും വേണ്ട ഒരു കല്യാണം. ഇന്നിപ്പോ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മുസ്ലിം വിവാഹങ്ങൾ.
വിവാഹം എന്നത് ഇസ്ലാമിലെ ഒരു സൽക്കർമ്മമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്. എങ്ങനെയാണ് വിവാഹം നടക്കേണ്ടതെന്നും എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടതെന്നും അള്ളാഹുവിന്റെ ഹബീബ് ഭംഗിയായി പഠിപ്പിച്ചു. പക്ഷേ വർത്തമാനകാലത്ത് ചില ആൾക്കാർക്ക് തോന്നി പ്രവാചകൻ പഠിപ്പിച്ചത് പോരാ, മറ്റു ചില മതങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, താലികെട്ടലുണ്ട്, മാലകെട്ടലുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അതൊക്കെ ഉണ്ടാകുമ്പോഴേ നമ്മുടെ വിവാഹം ഒരു കളർഫുൾ ആവുകയുള്ളൂ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മനോഹരമായ കല്യാണങ്ങളെ മാറ്റിവെച്ച് ഇവന്റ് മാനേജ്മെന്റുകളുടെ തിരക്കഥയനുസരിച്ച് കല്യാണങ്ങളൊക്കെ മാറി വരുന്ന ഒരു കാലത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത് എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് ജീവിച്ചു കാണിച്ചു തരാനാണ്. എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം, ഒരു മകനായിരിക്കുമ്പോ, മാതാപിതാക്കളായിരിക്കുമ്പോ, ഭർത്താവായിരിക്കുമ്പോ, കുടുംബത്തിന്റെ ആളാകുമ്പോ, നാട്ടുകാരനാകുമ്പോ, ഭരണാധികാരിയാകുമ്പോ, കച്ചവടക്കാരനാകുമ്പോ, കൃഷിക്കാരനാകുമ്പോ, സുഹൃത്തുക്കളോട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാവണം അത് കൃത്യമായിട്ട് നമുക്ക് ജീവിച്ചു കാണിച്ചു തന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ വിശാലമായി പോകാതെ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തൗഹീദ് വിട്ടുകളയാതെ അതിനെ മുറുകെ പിടിച്ച് എന്തു വന്നാലും ശരി ഒരിത്തിരി പോലും മായം ചേർക്കാതെ ആ തൗഹീദിൽ ഉറച്ച് ജീവിക്കുകയും അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ നാവും ചുണ്ടും നമ്മൾ അറിഞ്ഞുകൊണ്ട് അവസാനമായിട്ട് പറയുന്ന വാക്ക് തൗഹീദിന്റെ മുദ്രാവാക്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ്. ആരിലേക്ക്? എന്നിലേക്ക്. എന്തിനുള്ള ദൂതനാണ്? ഞാൻ എങ്ങനെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് എൻ്റെ ജീവിതം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ, എങ്ങനെ കൽപ്പിച്ചോ അതുപ്രകാരമായിരിക്കും എൻ്റെ ജീവിതമെന്ന് മനസ്സിൽ ഉറപ്പിക്കാനും അങ്ങനെ ജീവിക്കാനും നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. ലോകത്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ സാധനം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരത്തിന് അവൻ തെരഞ്ഞെടുക്കേണ്ട വഴി അത് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്, ചര്യയാണ്. ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ അവസാന നിമിഷം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ശിർക്കിന്റെ പൊതുവഴിയിലേക്ക്, പെരുവഴിയിലേക്ക് ജനങ്ങളെ പണ്ഡിതന്മാരും സംവിധാനങ്ങളും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ കൃത്യമായ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവും തൗഫീഖും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين.